ഇതേ രീതിയിൽ ഈ രണ്ട് വിരലുകളിലും നന്നായിട്ട് ഒട്ടിക്കുക. വെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന അസഹനീയമായ വേദന, വീക്കെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ലീഫ് തെറാപ്പി. ഹലോ, നമസ്കാരം. എല്ലാവരെയും സഞ്ജീവനി മലയാളം ഹെൽത്ത് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് ബോക്സുകളിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. അവർക്ക് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ വെരിക്കോസ് വെയിനിൻ്റെ കാരണങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം പല ഡോക്ടേഴ്സിൻ്റെയും വീഡിയോയിൽ കൂടെ നിങ്ങൾക്കത് ലഭ്യമായിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ആരും പറയാത്തതായിട്ടുള്ള ചില ഭാഗങ്ങൾ, അത് ആൾട്ടർനേറ്റീവ് മെഡിസിൻ, മരുന്നുകളില്ലാത്ത ചികിത്സാ രീതികൾ, അങ്ങനെ അക്യൂപ്രഷർ, കളർ തെറാപ്പി, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. അക്യൂപ്രഷർ തെറാപ്പിയിലൂടെ നമ്മുടെ ഈ വിഷയത്തിനെ, വെരിക്കോസ് വെയിനിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും ലളിതമായിട്ട് എന്നുള്ളത് നോക്കാം. അക്യൂപ്രഷറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഏരിയയിൽ ഇങ്ങനെ പിടിച്ചിട്ട് റിസ്റ്റ് ട്വിസ്റ്റിംഗ്, ഇത് ഒരു മസാജ് രൂപത്തിൽ 2 മിനിറ്റോളം ഒരു കയ്യിൽ, പിന്നെ അടുത്ത കയ്യിൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ വെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന നീർക്കെട്ട്, കടച്ചിൽ, ഇതിനെല്ലാം നല്ല ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലുകളിൽ മുട്ടിൻ്റെ ഏകദേശം ബാക്ക് സൈഡിലെ ജോയിൻറ്റിൻ്റെ സൈഡിലായിട്ട് K10, കിഡ്നി പോയിന്റ് 10, ആ നമ്പർ മർമ്മ പോയിന്റുകളിൽ ഒരു 20 തവണ പെരുവിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാലിലും ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 തവണ വെച്ച് ചെയ്യാം. അതും കാലുകളുടെ നീർക്കെട്ട് കുറക്കാൻ സഹായിക്കും. കാഫ് മസിലിൻ്റെ ബാക്കിൽ നടുവിലായിട്ടൊരു പോയിന്റ്, യൂറിനറി ബ്ലാഡർ 57, ആ പോയിന്റിലും ഇതേ രീതിയിൽ ഒരു 20 തവണ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മളെ കാഫ് മസിൽ പെയിന്, അതുപോലെ വെരിക്കോസ് വെയിനുമായിട്ടുള്ള വേദന, കടച്ചിലെല്ലാം റിലീസ് ചെയ്യാൻ സഹായിക്കും. ഇനി അടുത്തതായിട്ട് സുജോക്ക് തെറാപ്പിയിൽ നമ്മുടെ കാലുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് കൈകളിലെ നടുവിരലും മോതിരവിരലുമാണ്. ഈ 2 വിരലുകളിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലുകളിൽ മസാജ് ചെയ്യുന്നതിന് തുല്യമാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കാലുകളിൽ സാധാരണ രീതിയിൽ ഓയിലൊക്കെ ഇട്ട് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ താഴെ നിന്നും മുകളിലേക്കായിട്ട് മസാജ് ചെയ്യാറുണ്ട്. അതേ രീതിയിൽ നമ്മുടെ നഖം തുടങ്ങുന്ന ഭാഗത്ത് നിന്നും മുകളിലേക്ക് മസാജ് ചെയ്യാം. നഖം തുടങ്ങുന്ന അവിടെ മുതൽ മേലെ ഭാഗത്തേക്കായിട്ട് മസാജ് ചെയ്യാം. 2 വിരലുകളിലും 1 മിനിറ്റ് വീതം ചെയ്യാവുന്നതാണ്. വിരലുകളുടെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. 2 കൈകളിലും ആവർത്തിക്കാം. അക്യുപഞ്ചർ തിയറി അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നതിനുള്ള കാരണം ശരീരത്തിൽ പൃഥ്വി തത്വം, ശരീരത്തിലുള്ള എലമെന്റ് ആയിട്ടുള്ള ഭൂമി തത്വത്തിൻ്റെ ശക്തി ശോഷണമാണ്. അപ്പം അതിനെ തിരിച്ചെടുക്കാനായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെറീഡിയൻ അല്ലെങ്കിൽ ഓർഗനാണ് സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക്. സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക് എനർജി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇടത് കൈയിൽ ഈ ഭാഗത്ത് സെൻറ്ററിൽ നിന്നും അല്പം ഒന്ന് മാറിയിട്ടുള്ള ഈ പോയിന്റിൽ പ്രസ് ചെയ്യുക. ഈ പ്രശ്നമുള്ള ആളുകളിലൊക്കെ ആ ഭാഗത്ത് നല്ല വേദനയും ഉണ്ടാവും. ഒരു 30 തവണ നന്നായിട്ട് പെരുവിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് സ്റ്റിമുലേഷൻ കൊടുക്കുക. ആഴ്ചയിൽ 3 തവണ ചെയ്യാം. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ആവർത്തിക്കാം. അങ്ങനെ ആഴ്ചയിൽ 3 തവണ റിപ്പീറ്റ് ചെയ്യാം. അതേ രീതിയിൽ സ്റ്റൊമക്ക് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെയും അതേ രീതിയിൽ തന്നെ 30 തവണ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാം. ആഴ്ചയിൽ 3 തവണയായിട്ട് ആവർത്തിക്കാം. അടുത്തതായിട്ട് ലിവർ ഏരിയയിൽ കൂടെ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് 30 തവണ ചെയ്യുക, റിലീസ് ചെയ്യുക. ആഴ്ചയിൽ 2-3 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ അക്യൂപ്രഷർ രീതി ഒരു താൽക്കാലിക റിലീഫിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് വളരെ അത്ഭുതകരമായ റിസൾട്ട് കിട്ടും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ,
അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് സുജോക്കിൽ തന്നെയുള്ള ഒരു ലീഫ് തെറാപ്പിയാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് തെങ്ങിൻ്റെ ഓല, പച്ച തെങ്ങോല. ഓക്കെ, ഒരു ഓല എടുത്തിട്ട് അതിൻ്റെ ഈർക്കിൾ ഒഴിവാക്കി 2 പാർട്ടായിട്ട് എടുക്കാം. ഈർക്കിൾ മാറ്റി നമ്മൾ 2 പീസ് കിട്ടി. അതിൽ ഈ ഓലയുടെ ഷൈനിങ് ഉള്ള പാർട്ട്, സൂര്യപ്രകാശം പതിക്കുന്ന ആ ഭാഗം സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന രീതിയിലായിട്ട് വെച്ചുകൊണ്ട് അകത്തോട്ടേക്ക് ബാൻഡേജ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചുറ്റിയെടുക്കാം. ശേഷം അത് അഴിഞ്ഞു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോപോറോസ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ ഈ 2 വിരലുകളിലും നന്നായിട്ട് ഒട്ടിക്കുക. വേണമെങ്കിൽ ടാപ്പ് നിങ്ങൾക്ക് 2 ഭാഗത്തുമായിട്ടും ഒട്ടിക്കാവുന്നതാണ്. പകല് സമയങ്ങളിൽ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇങ്ങനെ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. 3 മണിക്കൂറിന് ശേഷം അഴിച്ചു കളയാം. വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന അസഹനീയമായ വേദന, വീക്കെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ലീഫ് തെറാപ്പി. അടുത്തതായിട്ട് അതിപ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് നമ്മുടെ കളർ ഹീലിംഗ്. കളർ ഹീലിംഗ് തുടർച്ചയായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ചെറിയ കാലയളവിൽ തന്നെ ലഭിക്കുന്നതാണ്. വലത് കൈയിലെ ചെറുവിരലിൻ്റെ നടുവിലെ ജോയിൻറ്റിലൂടെ ചുറ്റിലുമായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്കൈ ബ്ലൂ കളറും അതുപോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം യെല്ലോ കളറ് ഇതിന് ചുറ്റിലും കൊടുത്തു. ഓക്കെ, യെല്ലോ കളറ് ചുറ്റിലായിട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകൾ വശത്ത് കൂടെ നമുക്ക് സ്കൈ ബ്ലൂ കളർ കൂടെ അപ്ലൈ ചെയ്യാം. സ്കൈ ബ്ലൂ കളർ കൂടെ അതിന് മുകളിലൂടെ കൊടുത്തു. അപ്പോൾ യെല്ലോ താഴെ, സ്കൈ ബ്ലൂ മുകൾ ഭാഗത്തുണ്ട്, ചുറ്റുഭാഗത്തും ചെയ്തിട്ടുണ്ട്. അത് വലത് കൈയിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇടത് കൈയിൽ ചൂണ്ടുവിരലിൻ്റെ താഴെയുള്ള ജോയിൻറ്റിന് ചുറ്റും സ്കൈ ബ്ലൂ കളർ അപ്ലൈ ചെയ്യാം ചുറ്റുമായിട്ട്. അതുപോലെ തന്നെ ഇടത് കൈയിൽ ഈ ഭാഗത്തായിട്ട് യെല്ലോ കളറും സ്കൈ ബ്ലൂ കളറും ഞാൻ നൽകിയതിന് ശേഷം കാണിച്ചു തരാം. ഇതേ രീതിയിൽ യെല്ലോ കൊടുത്തതിന് ശേഷം അതിന് ചുറ്റിലുമായിട്ട് സ്കൈ ബ്ലൂ കളർ അപ്ലൈ ചെയ്യാം. കളറുകളെല്ലാം നിങ്ങൾ രാത്രിയിൽ സൗകര്യപ്രദമായ രീതിയിൽ നൽകി രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതിയാവുന്നതാണ്. തുടർച്ചയായിട്ട് 3 ആഴ്ച മുതൽ 10 ആഴ്ച വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം, കളർ തെറാപ്പി. ഇതിൻ്റെ ഗുണഫലം നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കും. പക്ഷെ വെരിക്കോസ് വെയിൻ പോലുള്ള ഒരു അസുഖം നേരിടണമെങ്കിൽ, അതിനെ പരിഹരിച്ചെടുക്കണമെങ്കിൽ സമയം ആവശ്യമാണ്. അതുകൊണ്ട് മുടങ്ങാതെ ആവർത്തിക്കുക. നിങ്ങൾക്ക് റിലീഫ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരും. തുടർച്ചയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നല്ല ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണങ്ങൾ, ബെറീസൊക്കെ ഇതിന് നല്ലതാണ്. ബെറീസിൻ്റെ ഉപയോഗം കൂട്ടുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ വൈറ്റമിൻ സി നല്ലതാണ്. നമ്മളെ കൊളാജൻ ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വെസലുകളെ റിപ്പയർ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നാരങ്ങ വെള്ളമെങ്കിലും ഇടയ്ക്കൊക്കെ കുടിക്കുക. നെല്ലിക്ക, നാരങ്ങ അതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബീട്രൂട്ട് ഇടയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് വെസലുകളിൽ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വികസനവും കാര്യങ്ങളൊക്കെ നടക്കും. അത് ബ്ലഡ് സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. മത്തങ്ങ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. അതും വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു പോസ്ചർ കറക്ഷൻ. അതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. കാരണം അത് അധികം ആരും പറഞ്ഞ് കാണുന്നില്ല. കാരണം അവരെല്ലാവരും എക്സസൈസ് ചെയ്യാനും കാല് ഉയർത്തി വെക്കാനൊക്കെ നിർദ്ദേശിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യും, കുറവ് വരുമ്പോൾ നമ്മളതൊക്കെ നിർത്തും. വീണ്ടും പഴയ പോലെ വന്ന് വേദന വരുമ്പോൾ മാത്രമാണ് നമ്മൾ വീണ്ടും അടുത്തൊരു പരിഹാരം അന്വേഷിക്കുള്ളൂ. നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ കാലിൻ്റെ ഭാഗം, ആ കാൽഭാഗങ്ങൾ ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കൈയുടെ തമ്പിൻ്റെ പകുതി ഭാഗം ഈ ഹൈറ്റ്
കട്ടിലിൻ്റെ കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക, കാല് വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് ഒരു 7-8 മണിക്കൂറോളം നമുക്ക് അതിൻ്റെ എഫക്റ്റ് ബോഡിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ തലയണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് അസ്വസ്ഥതകളൊന്നും നമുക്ക് വരികയുമില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ മെൻ്റൽ ഹെൽത്ത്. അത് ഇതിനെ വല്ലാണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് ടെൻഷനൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ, പ്രാണായാമം, ധ്യാനം, പോസിറ്റീവ് അഫർമേഷൻ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. എന്നും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടെ നല്ല രീതിയിൽ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് നൽകുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.